നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ സ്വദേശിവൽക്കരണം പൂർത്തിയാക്കാത്ത കമ്പനികൾക്ക് കനത്ത പിഴ ചുമത്തുമെന്ന മുന്നറിയിപ്പ് കൂടി വന്നതോടെ തൊഴിലാളികൾ കൂട്ടപ്പിരിച്ചുവിടൽ ഭീഷണിയിൽ. ഗൾഫ് എന്ന സ്വപ്നം തകർന്നടിയുമോ എന്ന പേടിയിലാണ് കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള പ്രവാസികൾ. ഇതിൽ കുറച്ചൊക്കെ വാസ്തവം ഉണ്ടെന്ന് തന്നെയാണ് പ്രവാസി മലയാളി അഷ്റഫ് വേങ്ങോട്ടിലും പ്രവാസി മലയാളിയോട് പറഞ്ഞത്. UAE തൊഴിൽ മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിട്ട മുന്നറിയിപ്പ് അനുസരിച്ച് 50-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ വിദഗ്ധ തൊഴിൽ മേഖലയിൽ ഈ വർഷം കുറഞ്ഞത് 2% സ്വദേശിവൽക്കരണം നടപ്പാക്കണം. ഈ വർഷം അവസാനത്തിനകം ഈ ലക്ഷ്യം കൈവരിക്കാത്ത സ്ഥാപനങ്ങൾ 2023 ജനുവരി മുതൽ 72,000 ദിർഹം എന്ന നിരക്കിൽ കനത്ത പിഴ നൽകേണ്ടി വരും. ഒരു കമ്പനിയിൽ 50 ജീവനക്കാരുണ്ടെങ്കിൽ ഒരു സ്വദേശിയെയെങ്കിലും കമ്പനിയിൽ നിയമിച്ചിരിക്കണം എന്നാണ് നിയമം. ലക്ഷ്യം കൈവരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പിഴ ഒഴിവാകുമെന്ന് മാത്രമല്ല, ആനുകൂല്യങ്ങളും മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേണ്ടത്ര സ്വദേശികളെ നിയമിച്ചാൽ 1ാം കാറ്റഗറി കമ്പനിയായി സ്ഥാപനത്തെ കണക്കാക്കും. തൗത്തീൽ പാർട്ട്ണർ ക്ലബിൽ ഉൾപ്പെടുത്തി ലക്ഷ്യം കൈവരിച്ച സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയത്തിന്റെ സർവീസ് ഫീസുകളിൽ 80% വരെ ഇളവ് നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു. 2026-നുള്ളിൽ UAE-യിലെ സ്വദേശിവൽക്കരണത്തിന്റെ തോത് 10% ആക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. വർഷത്തിൽ 2% സ്വദേശിവൽക്കരണം നടപ്പാക്കും. സ്വദേശിവൽക്കരണത്തിന് നാഫീസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നുണ്ട്. പൗരന്മാരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് രൂപം കൊടുത്ത ഫെഡറൽ സംവിധാനമാണ് നാഫീസ് കൗൺസിൽ. വിദഗ്ധരായ സ്വദേശി ജീവനക്കാർക്ക് അതേ തസ്തികയിൽ ജോലി ചെയ്യുന്ന വിദേശികളേക്കാൾ 40% കൂടുതലാണ് വേതനം ലഭിക്കുക എന്നതും കൂടുതൽ സ്വദേശികളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ കാരണമാകും. UAE-യെ കൂടാതെ ഒമാൻ, കുവൈറ്റ്, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും ഇപ്പോൾ സ്വദേശിവൽക്കരണം ശക്തമാക്കാനാണ് തീരുമാനം. ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തെ ഇത് കാര്യമായി ബാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. സ്വദേശിവൽക്കരണം ശക്തമാകുന്നതോടെ നല്ലൊരു ശതമാനം സ്വദേശികൾക്കും തൊഴിൽ ലഭ്യമാകും. അതേസമയം തന്നെ വിദേശികൾ അല്ലെങ്കിൽ പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടമാകുകയും ചെയ്യും. തൊഴിൽ രഹിതരാകുന്നവർക്ക് സംരക്ഷണം നൽകാൻ പുതിയ ഇൻഷുറൻസ് പദ്ധതി UAE അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. UAE-യിലെ ബാങ്കുകളിൽ 6 മാസത്തിനിടെ നിയമിച്ചവരിൽ 841 പേരും സ്വദേശികളാണ്. രാജ്യത്തെ ബാങ്കുകളിൽ ഒരു വർഷത്തിനിടെ 1000-ഓളം സ്വദേശികളെയാണ് നിയമിച്ചത്. ഘട്ടം ഘട്ടമായി ബാങ്ക് ജീവനക്കാരുടെ എണ്ണം കൂട്ടുമെന്നും റിപ്പോർട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഗൾഫ് ഇരുളടഞ്ഞു പോയി എന്നൊന്നും പറയേണ്ട അവസ്ഥയില്ല. ഇപ്പോഴും ധാരാളം പേർ ഇവിടെ ജോലിക്കായി നാട്ടിൽ നിന്ന് എത്തുന്നുണ്ട് എന്ന് സൗദിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മലയാളം ന്യൂസ് പത്രത്തിന്റെ സീനിയർ എഡിറ്റർ ശ്രീ അസീസ് പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അസീസ് പറയുന്നത് കേൾക്കാം. ഹലോ സർ, ഞാൻ പ്രവാസി മലയാളി എന്ന് വിളിക്കുകയാണ്. നമസ്കാരം സർ. നമസ്കാരം. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മളിപ്പോ പത്രങ്ങളിലെല്ലാം കാണുന്നുണ്ട് UAE-യില് അതുപോലെ തന്നെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും തൊഴിൽ സാധ്യതകൾ വളരെ മങ്ങുന്നു. അവിടെ സ്വദേശിവൽക്കരണം തുടങ്ങുന്നത് കൊണ്ട് ഇനിയിപ്പം ജോലി കിട്ടാൻ സാധ്യത കുറവാണ് എന്നൊക്കെ പറയുന്നു. യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് സാർ ഒന്ന് പറഞ്ഞുതരാമോ? ഇതില് ഇപ്പൊ ഈ UAE-യുടെ കാര്യമാണുള്ളത്. ഏറ്റവും പുതിയൊരു ഡെവലപ്മെന്റ് പറയാനുള്ളത് UAE-യിൽ ഇന്ന് വന്ന 2% സ്വദേശികൾക്ക് തൊഴിൽ സംവരണം ചെയ്യണം എന്നുള്ളത്. UAE-യുടെ നമുക്ക് പ്രത്യേക ആശയം. കാരണം UAE-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഒരു 15ാമത്തെ ജില്ല പോലെയാണ് എല്ലാവരും പരിഗണിക്കുക. നമുക്ക് 14 ജില്ലകളാണുള്ളത്. അപ്പോ അത്രയും പ്രോക്സിമിറ്റി, ദൂരക്കുറവ്. ഇപ്പൊ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എയർപോർട്ടിൽ നിന്നൊക്കെ 3 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ഏറ്റവും അടുത്തുള്ള പോയിന്റുകളാണ് UAE-യിലെ വിമാനത്താവളങ്ങൾ. അത്രയും നമ്മുടെ പ്രവാസി മലയാളി സാന്നിധ്യമുള്ള നമ്മുടെ ഓണാഘോഷം. ഇപ്പൊ മറ്റു പല ഗൾഫ് രാജ്യങ്ങളും കുറെ ഫ്രീഡം ഒക്കെ കിട്ടി ഇതുപോലൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇതിനൊക്കെ തുടക്കം മലയാളികളുടെ സിനിമാ താരങ്ങളുടെ ഗൾഫ് ഷോ ഇതൊക്കെ UAE-യിലെ നഗരങ്ങളിലാണ്. ഞാനീ പറയുന്ന ഒരു 10-20 വർഷം മുമ്പൊക്കെ ഉള്ള കഥ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാം UAE-യില്. അപ്പൊ നമ്മുടെ ആളുകളുടെ ഒരു ഡോമിനേഷൻ തന്നെ. ഇപ്പൊ ഗൾഫിലെ സമ്പന്നര്, വ്യവസായികൾ ഇവരൊക്കെ UAE ബേസ്ഡ് ആണ് മിക്കവാറും. എന്ന് വെച്ചാൽ സൗദി അറേബ്യയിൽ ഇല്ലാന്നല്ല, സൗദി അറേബ്യ, ഒമാനും ബഹ്റൈനിലും ഒക്കെ ഉണ്ട്. പക്ഷെ മിക്കവാറും വലിയ വ്യവസായികൾ അവരൊക്കെ UAE ബേസ്ഡ്. അപ്പൊ UAE ഗവൺമെന്റ് ഇപ്പൊ തന്നെ കുറെ മുമ്പേ ആലോചിച്ച് നോക്കുക. ഷെയ്ഖ് സായിദ് അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നമ്മുടെ ഓണസദ്യയിലൊക്കെ വന്ന് പങ്കെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞ ആ പ്രശംസാവചനങ്ങളില് അദ്ദേഹം പറയുന്നത് ഈ മലയാളികൾ, മലബാരികൾ എന്നുള്ള അറബികൾ പൊതുവെ മലയാളികളെ പറ്റി പറയാം. മലബാരികൾ എത്തിയതിന് ശേഷമാണ് മരുഭൂമി പോലെ ഉണ്ടായിരുന്ന എന്റെ നാട് ഈ രീതിയിൽ മാറ്റിയെടുത്തത്. ലോകത്തിന് ഏത് പട്ടണത്തോടും കിടപിടിക്കാവുന്ന രീതിയിൽ UAE-യിലെ നഗരങ്ങളെ മാറ്റിയെടുത്തതിന് മലയാളികളുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ വിലപ്പെട്ട സംഭാവനകൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു രാജ്യം. അപ്പോ ഈ പൊതുവെ ഇപ്പൊ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം, വിദഗ്ധ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സാധ്യത കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. അത് ഇവിടെ മാത്രമല്ല, ഈ 6 GCC രാജ്യങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഒമാൻ
നമ്മുടെ ആളുകളൊക്കെ മുമ്പ് കൂടുതൽ എവിടെയാ പോകുന്നത്? മസ്കത്ത്, സലാല, സുൽത്താനേറ്റ് ഓഫ് ഒമാൻ, സൗദി അറേബ്യയിലെ നഗരങ്ങൾ. ഇവിടൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ആളുകൾക്ക് പോകാൻ പറ്റും. ഇപ്പൊ സൗദിയിലേക്കൊക്കെ ആളുകൾ പോകണമെങ്കിൽ ഉംറ വിസക്കൊക്കെ പോയിട്ട് അത് ചെറിയ രീതിയിലുള്ള തീർത്ഥാടനം, താരതമ്യം ചെറിയ ചെലവില് 1 പവൻ സ്വർണ്ണമൊക്കെ വിറ്റ് കഴിഞ്ഞാലൊക്കെ കിട്ടുന്ന കാശ് കൊണ്ട് വേണമെങ്കിൽ സൗദി അറേബ്യയിലേക്ക് ഉംറ തീർത്ഥാടകനായിട്ട് എത്തിയ ആദ്യകാല പ്രവാസികൾ, അവർക്കൊക്കെ വിസ കൊടുത്ത് അവിടെയൊക്കെ നിർത്തിയിട്ടൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ആളുകൾ. അതുപോലെ ഒമാനിലും ധാരാളം മലയാളികൾ, ഈ അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ എത്തിയ സ്ഥലമായിരുന്നു ഒമാനൊക്കെ. അപ്പൊ അവിടെയാണ് ആദ്യമായിട്ട് ഈ സ്വദേശികൾക്ക് തൊഴിലില്ലാന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു പ്രക്ഷോഭത്തിന്റെ രീതിയിലൊക്കെ ഇറങ്ങിയിട്ട് സുൽത്താനേറ്റ് ഓഫ് ഒമാനിലാണ് കർശനമായിട്ട് ഒമാനിവൽക്കരണം ആദ്യം തുടങ്ങുന്നത്. പക്ഷെ ഇപ്പോഴും അവിടെ നമ്മുടെ ആളുകൾക്ക് സാധ്യതയുണ്ട്, നമ്മുടെ ആളുകൾ അവിടെ ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആളുകൾ അവിടെ പല ജോലിയിലും. പക്ഷെ പിന്നെ വേറെന്ന് വെച്ചപ്പോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, കാനഡയിലേക്ക്, US-ലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളെ ബാങ്ക് ഡെപ്പോസിറ്റ് അതിന്റെ ഒരു ഷുവർട്ടി വേണം, ഇങ്ങനെ പല നിബന്ധനകളും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കും, ഇങ്ങനത്തെ ഒരു ടെസ്റ്റും ഇല്ലാതെ ഏത് സാധാരണക്കാരനും പ്രാപ്യമായിട്ടുള്ള ഒരു തൊഴിലായിരുന്നു ഗൾഫിലെ തൊഴിൽ വിപണി. അപ്പൊ അതിലൊരു മങ്ങലേൽക്കുമ്പോൾ സ്വാഭാവികം. അതേ സമയത്ത് ഈ സൗദി അറേബ്യ ഒമാനും ഒക്കെ നടപ്പാക്കി വെച്ച് നോക്കുമ്പോൾ ഈ UAE ഇപ്പൊ പറഞ്ഞിരിക്കുന്ന 2%, ഇത് ഭാവിയിൽ ഇതിന്റെ പെർസെന്റേജ് കൂടിക്കൂടി. അങ്ങനെയാണ് ഇപ്പൊ സൗദിയിലൊക്കെ നമ്മൾ കണ്ടത്. സൗദിയിലെ പച്ചക്കറി മാർക്കറ്റ് അതൊരു കാലത്ത് നമ്മുടെ മലയാളികളുടെ ആധിപത്യമായിരുന്നു. അവിടെ വലിയ ഹോൾസെയിൽ പച്ചക്കറി ജിദ്ദയാണല്ലോ സൗദി അറേബ്യയുടെ വാണിജ്യ തലസ്ഥാനം. അവിടെ ഉള്ള ഒരു വലിയ ഡിസ്ട്രിക്റ്റ് മുഴുവൻ പരന്ന് വ്യാപിച്ചു കിടക്കുന്ന പച്ചക്കറി മാർക്കറ്റിൽ മിക്കവാറും ഒക്കെ നമ്മുടെ ആളുകൾ തന്നെയായിരുന്നു. കൂടെ ബംഗാളികളും യമനികളും ഒക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ആളുകൾക്ക് നല്ലൊരു വരുമാന മാർഗമൊക്കെ ആയിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ടോ? കുറഞ്ഞു. പക്ഷെ ആ കുറഞ്ഞപ്പോ നമ്മുടെ മലയാളികളിലെ അതിസമർത്ഥരായ ഇൻവെസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അവര് അതിനകത്ത് മൊബൈൽ യൂണിറ്റ്, നിങ്ങളെ വീടുകളിലൊക്കെ സാധനം എത്തിച്ചാൽ പോരെ, ആ രീതിയിൽ മലയാളികൾ ഇപ്പോഴും അവിടെ പോലും പിടിച്ചു നിൽക്കുന്നുണ്ട്. കാരണം ഇത്രയും വലിയ ശതമാനം സ്വദേശിവൽക്കരണം കൊണ്ടുവന്നിട്ടും സൗദി അറേബ്യയിലേക്ക് ഇപ്പം ജിദ്ദയിലേക്കോ റിയാദിലേക്കോ ദമാമിലേക്കോ പോകുന്ന ഫ്ലൈറ്റുകളൊന്നും കാലിയല്ലല്ലോ. ഈ പോകുന്ന എല്ലാവരും എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല, എല്ലാ ആളുകളും പോകുന്നുണ്ട്. ഇവിടെയാണ് എന്റെ സംശയം. ഇങ്ങനെ ആൾക്കാർ പോകുമ്പോഴേ ഇപ്പോഴും ഗൾഫിലേക്ക് ആൾക്കാർ ഒഴുകുന്നുണ്ട്, അതേസമയം അവിടെ പറയുന്നുണ്ട് അവിടെ സ്വദേശിവൽക്കരണമാണ്, ചാൻസുകൾ കുറയുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇവിടുന്നുള്ള ആൾക്കാർ കൊണ്ടുപോകുന്ന പല ഏജന്റുകളും ഇതുപോലെ കൊണ്ടുപോയിട്ട്, ഇപ്പൊ കുവൈറ്റിലൊക്കെ ഇപ്പൊ ഈയിടെ പറഞ്ഞിരുന്നു ആൾക്കാര് 10-26 പേര് ഭക്ഷണം പോലും ഇല്ലാതെ കിടപ്പാണെന്നുകൊണ്ട് നമ്മൾ തന്നെ ന്യൂസ് കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചതിയിൽ പെടാൻ ചാൻസ്. ചതി പ്രത്യേകിച്ച് UAE പോകുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. കുറെ ആളുകൾ ഈ വിസിറ്റ് വിസ, അവിടെ വിസ അപ്പോൺ അറൈവലിനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. എയർപോർട്ടിൽ എത്തിയിട്ട് ചെറിയൊരു എമൗണ്ട് അടിച്ചാൽ പോലും നമുക്ക് പുറത്തെത്തിയിട്ട് 1-2 മാസമൊക്കെ നിന്ന് ജോലി അന്വേഷിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. ആ സാധ്യത ഉപയോഗപ്പെടുത്താം, എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാം, ഫയലുമായിട്ട് ഇറങ്ങാം. ഇങ്ങനെ 1-2 മാസം നിന്നിട്ടൊക്കെ ഒന്നും ശരിയാവാതെ തിരിച്ചു വരുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാര് ദുബായിൽ തന്നെ കാണാൻ പറ്റും. ഒരുപാട് ആളുകളുടെ അനുഭവം ഉണ്ട്. എന്താ വെച്ചാല് വിചാരിച്ച പോലെ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ കോവിഡാനന്തര കാലത്ത് തുറന്ന് മാർക്കറ്റൊക്കെ ഒന്ന് സജീവമായി വരുന്നുണ്ട്. രണ്ടാമത്തെ ചില കേസൊക്കെ കേട്ടത് ഇങ്ങനെ വന്ന് കുറെ കാലം ജോലി അന്വേഷിച്ച് ഇവര് ഗോൾഡിന്റെ മറ്റൊക്കെ കാരിയേഴ്സ് വരെ ആണ്ടി വരുന്നു. തിരിച്ചു വരാൻ കാശില്ല, റൂം കൊടുക്കാൻ റെന്റിന് പൈസയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ട്രാപ്പ് പെട്ടുപോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. അതിന് നമ്മളെ സർക്കാരും നമ്മുടെ ഏജൻസികളും ഫിലിപ്പൈൻ സർക്കാരിനും മറ്റൊക്കെ മാതൃകയാക്കിയിട്ട് ഈ പറഞ്ഞ ഗൾഫിലേക്ക് തൊഴിലന്വേഷിച്ച് പോകുന്ന ആളുകൾക്ക് പ്രത്യേക പരിശീലനവും, അവിടെ പോയാൽ എങ്ങനെയൊക്കെ ഫിലിപ്പൈൻസ് ഒക്കെ ഒരു പ്രത്യേക ട്രെയിനിങ് കൊടുത്തിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ആ ലാംഗ്വേജിൽ അത്യാവശ്യ ഘട്ടത്തിലൊക്കെ ഇങ്ങനെ അവരെ കോൺസുലേറ്റ്, അവരെ എംബസികൾ ഒരു ഈ പറഞ്ഞ ട്രാപ്ഡ് ആയിട്ടുള്ള ആളുടെ ഒരു ഫോൺ കോൾ മതി, ടാക്സിക്കുള്ള പൈസ പോലും വേണ്ട, അയാളിൽ നോക്കി എംബസിയിൽ നിന്ന് ഉദ്യോഗസ്ഥനെത്തും, അല്ലെങ്കിൽ ഇയാൾക്ക് എംബസിയിലോ അല്ലെങ്കിൽ കോൺസുലേറ്റിലോ എത്താനുള്ള വാഹന സൗകര്യം പോലും ഫിലിപ്പൈൻ സർക്കാർ ചെയ്യുന്നുണ്ട്. ഫിലിപ്പൈൻസ് നമ്മളെ ഇന്ത്യയോടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു രാജ്യം. അപ്പൊ നമ്മള് വെറുതെ ഈ വിദേശകാര്യ വകുപ്പ്, പ്രവാസികാര്യ വകുപ്പ് എന്നിട്ട് കുറെ അലങ്കാരത്തിന് വകുപ്പുകൾ കൊണ്ട് നടന്നുകൊണ്ട് കാര്യമില്ല. ഈ പറഞ്ഞ് ഇവിടെ നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് തൊഴിലവസരം കൊടുക്കാൻ പറ്റാത്തത് നമ്മുടെ സർക്കാരുകളുടെ തന്നെ വീഴ്ചയാണ്. അപ്പൊ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള പോക്ക് തടയാൻ നോക്കുന്നതല്ല. കാരണം ഈ കുവൈറ്റിൽ നഴ്സ് കുടുങ്ങിയ പോലെ എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ പോലെ ഡോക്യുമെന്റ്സ് ഒന്നും ക്ലിയർ അല്ലാതെ
പോവാതിരിക്കാൻ ഇതിനായിട്ടുള്ള ഒരു റാക്കറ്റുകൾ തന്നെ ബോംബെ എയർപോർട്ടിലുണ്ട്. കേരളത്തിലെ ചില എയർപോർട്ടുകളിൽ ഉണ്ടെന്നാണ് എനിക്ക് സൂചന കിട്ടിയത്. അവരതിന് ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ചവിട്ടി കയറ്റുക എന്നൊക്കെ പറയും. നിങ്ങളെ വിസയും ഡോക്യുമെന്റ്സ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മളതിന് പോകാനുള്ള ഫെസിലിറ്റി ചെയ്തു തരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ കണ്ട അപകടത്തിലേക്ക് ചാടി വീണ് ഒരു 5-6 മാസം അവിടെ കഷ്ടപ്പെട്ട് നിന്ന് പിന്നെ പൊതുമാപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ബുദ്ധിപൂർവമായിട്ട് നേരത്തെ കണ്ട് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതേ സ്ഥാനത്ത് എനിക്ക് ഇപ്പോഴും തോന്നുന്നു ഈ പഴയ പ്രവാസികൾക്ക് ഒരുപാട് സൗദി അറേബ്യയിൽ ഇപ്പൊ 3ാമത്തെ തലമുറയും 4ാമത്തെ തലമുറയൊക്കെയാണ്. അപ്പൊ ആദ്യകാലത്തെ പ്രവാസിയൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ജീവിച്ചു. പക്ഷെ അതുകൊണ്ടൊരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ കേരളത്തിന് മൊത്തം വന്നൊരു മാറ്റം, ഇവര് ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് മിക്കവാറും അവിടെ കിട്ടിയിരിക്കാൻ സാധ്യതയുള്ള ജോലി ടീ ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഈ ഓഫീസ് അറ്റൻഡർ ഒക്കെ ഇല്ലേ, അതുപോലത്തെ ജോലി. അപ്പൊ അവര് മനസ്സിലാക്കി അവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫാമിലി സ്റ്റാറ്റസ് കിട്ടുന്നു, അവര് സൗകര്യങ്ങളോട്. അത് ഇവർക്കൊരു പ്രത്യേക പ്രചോദനമായി മാറുന്നു. ഇവര് മറ്റവര് പഠിച്ചുകൊണ്ടാണ്, നമ്മൾ വേണ്ട രീതിയിൽ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ഒക്കെ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഒരു പുതിയ തലമുറക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുത്തു. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നി, എന്റെ ഒരു ഒബ്സർവേഷൻ, കുറച്ച് ദൂരത്തൊക്കെ കൂടി പഴയ തലമുറ 3-4 കൊല്ലം കൂടുമ്പോൾ പണമൊക്കെ ചെരുക്കൂട്ടി വെച്ച് നാട്ടിലേക്ക് വന്ന സ്ഥാനത്ത് കൊല്ലത്തിൽ തന്നെ 3-4 പ്രാവശ്യമൊക്കെ വന്നാലെന്താ, മാർക്കറ്റിൽ ഇറങ്ങാവുന്ന ഏറ്റവും നല്ല ബ്രാൻഡ് കാർ, ഏറ്റവും നല്ല ബ്രാൻഡ് മൊബൈൽ ഫോൺ, അങ്ങനത്തെ ഒരു കൺസംഷൻ കൾച്ചറിലേക്കൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഒരു ഈ പറഞ്ഞ ഗൾഫ് കുടിയേറ്റം മറ്റ് അമേരിക്ക യൂറോപ്പ് കുടിയേറ്റത്തെക്കാൾ ഒരുപാട് മാറ്റം കേരള സമ്പദ്ഘടനയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകളുടെ ജീവിത രീതിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസം ഇപ്പൊ നമ്മള് ഏറ്റവും പ്രവാസികളുടെ ജില്ലകളിലൊന്നാണ് മലപ്പുറം. മലപ്പുറമൊക്കെ ഇപ്പൊ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയി. മലപ്പുറത്താണ് എല്ലാ എൻട്രൻസ് ട്രെയിനിങ് കോച്ചിങ് ക്യാമ്പുകളും ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ ആ രീതിയിൽ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ കാരണം ഒരു സമയത്ത് ഈ 1970s 60s ആണല്ലോ ഈ ഗൾഫ് കുടിയേറ്റം, ഗൾഫ് പ്രവാസമൊക്കെ തുടങ്ങുന്നത്. ആ സമയത്തൊക്കെ ഉള്ളതിന് മാറിയിട്ട് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എടുത്തിട്ടൊക്കെ. പക്ഷെ നിങ്ങൾ ആദ്യം ചോദിച്ച പോലെ ഈ പറഞ്ഞ ഇപ്പൊ സൗദി അറേബ്യയിൽ നേരത്തെ നമ്മൾ വെജിറ്റബിൾ ആകാം, ഓരോ സെക്ടറിലും ഇതുപോലെ സ്വദേശവൽക്കരണം. ഈ പണ്ടൊന്നും ഈ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പാരാമെഡിക്കൽ സ്റ്റാഫൊക്കെ നമ്മളെ മലയാളി നഴ്സുമാരുണ്ടാവും, ഫിലിപ്പൈൻസിൽ നിന്ന് നഴ്സുമാരുണ്ടാവും, ലബോറട്ടറിയിൽ നമ്മളെ കുട്ടികളൊക്കെ ആയിരിക്കും. അത് മാറിയിട്ട് സൗദി അറേബ്യയിൽ കണ്ട പ്രത്യേകിച്ച് സൗദി സ്ത്രീകൾ തന്നെ ഇതിനൊക്കെ റെഡിയാണ്. ഡെന്റൽ BDS ഉള്ള ഡോക്ടറൊന്നും അവിടെ പോകേണ്ട കാര്യമില്ല. കാരണം അവരിന് കുറെ ഡെന്റൽ കോളേജൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒന്നാമത് അവിടെ ഈ പുതിയ രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ കിരീടാവകാശില്ലേ, അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം വന്നതോടെ സൗദിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. സ്ത്രീകൾക്ക് ഡ്രൈവിംഗിന് പെർമിഷൻ കൊടുത്തു, സ്ത്രീകൾക്ക് ജോലി ചെയ്യാം, പൊതുസ്ഥലത്ത് പോകും. വസ്ത്രധാരണത്തിൽ പോലും അദ്ദേഹത്തിന്റെ ആ ലിബറൽ കാഴ്ചപ്പാടില്ലേ, നിങ്ങള് മാന്യമായി മോഡസ്റ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ, അല്ലാണ്ട് മുഖംമൂടി ഇതൊന്നും വേണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ സിനിമാ താരങ്ങൾ ഇപ്പൊ തന്നെ ഒരു മലയാള പടത്തിന്റെ പ്രീമിയർ ഷോ നടന്നത് ജിദ്ദയിലാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റും, മഞ്ജു വാര്യർ പോലത്തെ ആക്ട്രസ് കഴിഞ്ഞ ആഴ്ച ജിദ്ദയിലുണ്ടായിരുന്നു. അവരുടെ പുതിയൊരു മലയാളം അറബിയിലൊക്കെ എടുത്തൊരു ആയിഷ എന്ന് വെച്ചിട്ടുള്ള പടത്തിന്റെ ലോഞ്ചിങ് നടന്നത് അവിടെയുള്ള മൾട്ടിപ്ലക്സ് ഒന്നും അവിടെ ഇല്ല. ഇതെല്ലാം ഈ 5 കൊല്ലത്തിനടുക്ക് വന്ന മാറ്റമില്ലേ. ആ രാജ്യം മുഴുവൻ സിനിമാ തിയേറ്ററുകൾ വന്നു. നിയോ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേകതരം ടൂറിസം പ്രോജക്റ്റ് വരും. അതിലൊക്കെ നമ്മുടെ ആളുകൾക്ക് തൊഴിൽ സാധ്യത, എന്റെ മനസ്സ് പറയുന്നത് ഇനിയും ഒരു 4-5 തലമുറക്കൊന്നുമുള്ള സാധ്യതയ്ക്ക് ഒരു കുറവില്ല. പക്ഷെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, സ്കിൽഡ് ആയിരിക്കണം. പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മളെ ആളുകളും മാറിയാൽ എല്ലാ ഗൾഫും തീർന്നു എന്ന് പറഞ്ഞ് വിലപിക്കേണ്ടതൊന്നും ഒരു കാര്യമില്ല. ഇരുളടഞ്ഞു എന്നൊന്നും പറയേണ്ട കാര്യമില്ല എന്നൊന്നും പറഞ്ഞ ആളുകൾ നിരാശപ്പെടും. ഇനിയും സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ആയുധം അണിഞ്ഞിരിക്കണം. ഈ നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പൊ DTP അറിയോ കമ്പ്യൂട്ടർ അറിയോ എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല, നമുക്ക് നോക്കാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇതൊന്നും വലിയ സംഭവമല്ലല്ലോ. അപ്പൊ ആ രീതിയിൽ എക്വിപ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ യങ്സ്റ്റേഴ്സിന് പിന്നെ ഇതുപോലത്തെ ട്രാപ്പിലൊന്നും ഇപ്പൊ നിങ്ങൾ ഈ ഗൾഫിന്റെ പറഞ്ഞു, എനിക്ക് അതിൽ വലിയ സങ്കടം തോന്നിയാൽ ഈ മ്യാൻമറൊക്കെ ആകെ കുഴപ്പം പിടിച്ച് കിടക്കുന്ന രാജ്യമാണ്. മ്യാൻമറിലേക്ക് നമ്മുടെ ആളുകൾ പോയിട്ട് മ്യാൻമറിലും തായ്ലൻഡിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നല്ല സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് മദ്രാസ് എയർപോർട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലത്തെ റാക്കറ്റുകൾ ആളുകൾ ആകർഷിച്ചുകൊണ്ട് പോയിട്ട് പൈസയും പോയി, പട്ടിണി കിടക്കേണ്ടി വന്നു, അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. അവിടെ ഒന്നും മര്യാദക്ക് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് മിഷൻസ് പോലും മര്യാദക്കില്ല. പക്ഷെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഒക്കെ ഇടപെട്ടിട്ട് ആഴ്ചകൾക്ക് ശേഷമാണ് ഇനിയും കുറച്ച് ആളുകളെ കൂടി തിരിച്ചുകൊണ്ടുവരാനുണ്ട്. അപ്പൊ ഇത് ആരും എവിടെയും ചെന്ന് ഈ ചതികളെ പറ്റിയിട്ട് നമ്മൾ വളരെ വിജിലന്റ് ആയിരിക്കേണ്ടത്. കാരണം
ചില ഓൺലൈൻ ഫ്രോഡുകളൊക്കെ ഇപ്പൊ നിങ്ങൾക്കൊക്കെ വരുന്നുണ്ടാവുമായിരിക്കും. നിങ്ങൾ ഒരു ലണ്ടനിലെ TV സ്റ്റേഷനിൽ ന്യൂസ് റീഡർ ആക്കി വെക്കാം. 6 മാസത്തിൽ നാട്ടിൽ പോകാനുള്ള ടിക്കറ്റ്, മക്കൾക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, റെന്റ് എല്ലാം ഞങ്ങൾ തരുന്നു. $10,000 ശമ്പളം. എന്തൊരു ടെംപ്റ്റ് പ്രലോഭിക്കുന്ന. പക്ഷെ അവന്റെ ആവശ്യങ്ങൾ അത് നിങ്ങളോട് നിശ്ചിത തുക ചോദിക്കും. രജിസ്ട്രേഷനുള്ള ഫീസ് $1,000 അത് മാത്രമേ നിങ്ങളെ കയ്യിൽ നിന്ന് വേണ്ടൂ. അത് കിട്ടി അവന്റെ പരിപാടി കഴിഞ്ഞു. ഇങ്ങനെ അപ്പൊ അങ്ങനത്തെ കുറെ ആളുകൾ, പ്രത്യേകിച്ച് ഇന്റർനെറ്റ് ഓൺലൈനും ഇത്ര വ്യാപകമായതുകൊണ്ട് നമുക്കത് വളരെ ബ്ലെസ്സിങ് അനുഗ്രഹമായിട്ടൊക്കെ തോന്നുമെങ്കിലും നമ്മൾ വളരെ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴും എവിടെയും ചതിക്കുഴിയുണ്ട്. അത് മുമ്പുണ്ടായിരുന്നേക്കാൾ മുമ്പ് പത്രത്തിലൊക്കെ പരസ്യം ചെയ്തിട്ട് ഗൾഫിൽ സാധ്യത, വിസ ഞങ്ങൾക്ക് റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇത് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണിലും വാട്സാപ്പിലും ഒക്കെ ആയിട്ട് എങ്ങനെയും നമ്മളെ ട്രാപ്പ് ചെയ്യാനുള്ള ആളുകൾ, അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കണ്ടേ.